ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. SCRT പുതിയ പാഠപുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സീരീസാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആദ്യത്തെ 3 ചാപ്റ്ററിനെ ആധാരമാക്കിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് അവിടെ കൊടുത്തേക്കാം. ഇന്ന് 4ാമത്തെ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ആദിമകാലങ്ങളിൽ മനുഷ്യർ ആദ്യമായിട്ട് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്, അവരെന്തുകൊണ്ട് വസ്ത്രം ഉപയോഗിക്കുന്നതിലേക്ക് തിരിഞ്ഞു, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് ഈ വസ്ത്രം പല കാര്യങ്ങൾക്ക് കാരണമായി, അതായത് ചരിത്രപരമായിട്ട് നോക്കിയാലും പിന്നെ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് വരെ വഴിതിരിഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ആദ്യകാലത്തിൽ നമ്മൾ ആദിമ മനുഷ്യർ വനങ്ങളിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് അലഞ്ഞു തിരിഞ്ഞ് ആയിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ കഠിനമായിട്ടുള്ള ചൂടിനെയും അസഹനീയമായിട്ടുള്ള തണുപ്പിനെയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അന്ന് മൃഗങ്ങളുടെ രോമങ്ങളും അതേപോലെ തന്നെ ഇലകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യമായിട്ട് നമ്മൾ വസ്ത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു ആദിമകാലങ്ങളിലെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് തണുപ്പിൽ നിന്നുള്ള സംരക്ഷണത്തിന്, ചൂടിൽ നിന്നുള്ള സംരക്ഷണത്തിന്, നമ്മുടെ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നത്, പ്രാണികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വസ്ത്രം നമ്മൾ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ആദിമകാലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. പുല്ല്, ഇലകൾ, മരത്തോൽ അല്ലെങ്കിൽ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് ഇവയൊക്കെ സൂചികളാക്കിയിട്ടാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രം നിർമ്മിച്ചിരുന്നത്. പിന്നീട് മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി ഉപയോഗിച്ചിരുന്നു. ഈ പറഞ്ഞ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളിനി അടുത്ത വലിയ ക്ലാസ്സുകളിൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം മിണ്ടുന്നില്ല. കാര്യം നവീന ശിലായുഗം, മധ്യശിലായുഗം ഒക്കെ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ആദ്യം പരുക്കൻ കല്ലുകൾ, അതിനുശേഷമാണ് മനുഷ്യൻ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ കൽസൂചികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് പിന്നീട് മൃഗങ്ങളുടെ തോലും രോമവും ഒക്കെ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും ഒക്കെ അവർ വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു. പിന്നീട് നെയ്ത്തിലേക്കാണ് വന്നത്. എന്താ നെയ്ത്തെന്ന് പറയുന്നത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയ്ക്കാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. ഈ നെയ്ത്തുമായിട്ട് നമ്മൾ പറയുമ്പോൾ നദീതട സംസ്കാരത്തിലേക്കും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. ഈ സിന്ധു നദീതട സംസ്കാരത്തിൽ അവിടുത്തെ ജനങ്ങൾ ആ സമയത്ത് പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നതായിട്ട് അന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ആ സമയത്ത് കിട്ടിയ പ്രതിമകളിൽ വസ്ത്രം ധാരണം ഉണ്ടായിരുന്നു. അതായത് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ രൂപങ്ങളാണ്, മീൻസ് ആ ഒരു പ്രതിമകളാണ് അന്ന് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അന്നുള്ള ആളുകൾ എന്ത് ചെയ്തു, വസ്ത്രം നെയ്ത് അവർ ധരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കും. പിന്നീട് ഇവിടെ നിന്നുള്ള പരുത്തി, അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് ദേശങ്ങളിലേക്കും എന്ത് ചെയ്തു, പരുത്തി കൊണ്ടുപോയിരുന്നതായിട്ടും കരുതപ്പെടുന്നുണ്ട്. അതാണ് അടുത്തതായിട്ട് ഇത് പറയുന്നത്. കാലക്രമേണ ഈ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിക്കാൻ തുടങ്ങി. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമായിരുന്നു തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂലുകൊണ്ട് നെയ്തെടുത്ത തുണികളെന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപിക്കാൻ കാരണമായി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികസിച്ചു വന്നു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ച് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്കും വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ച് നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികളെന്ന് പറയുന്നത്. അപ്പോൾ കൈത്തറി തുണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികളെന്ന് പറയുന്നത്. ആദ്യകാലത്തെ ഒരു നൂൽപ്പി യന്ത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ കൈത്തറിയുടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി.
അതേപോലെ നമുക്കറിയാം നീലം ചെടി അല്ലെങ്കിൽ ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഇനി പരുത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. നമ്മൾ കണ്ടു, സിന്ധു നദീതട സംസ്കാരം മുതൽ തന്നെ ഈ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും പരുത്തി ഉപയോഗിച്ചിരുന്നതിനെക്കുറിച്ചും ഉള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും അവരതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാതീരത്താണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഗംഗാതടത്തിലാണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. നീലം ചെടി, ഇൻഡിഗോ, കണ്ടോ? നീലം ചെടിയുടെ വളരെ ഒരു അടിപൊളിയായിട്ട് നമുക്കത് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇമേജ് ഇതുവരെയുള്ള ടെക്സ്റ്റുകളിലൊന്നും ഇല്ലായിരുന്നു, 10 വരെയുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നീലം ചെടിയിൽ നിന്നാണ് ഇന്ത്യ ആ ഒരു കളറ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ്. നമ്മൾ കൈത്തറി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരവും അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയും. അത് നമ്മൾ ഒരുപാട് ഫെമിലിയർ ആണല്ലോ കുത്താമ്പുള്ളി എന്നൊക്കെ, ബാലരാമപുരവും അതുപോലെ തന്നെ കൈത്തറി വസ്ത്രങ്ങൾക്ക്. അപ്പോൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നോക്കൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അടുത്തത് പറയുന്നത് സ്പിന്നിങ് ജെന്നിയെക്കുറിച്ചാണ് കേട്ടോ. നമുക്കറിയാം, ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് ഒരുപാട് പുതിയ പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അതിലൊന്നാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. കൈകൊണ്ട് നൂലുണ്ടാക്കിയിരുന്നത് അന്ന് അത്രയും ആവശ്യമുള്ള ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് തികയത്തില്ലായിരുന്നു. അപ്പോൾ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. അപ്പോൾ കൈകൊണ്ടുള്ള നൂലുൽപാദനം മാറ്റി സ്പിന്നിങ് ജെന്നിയുടെ സഹായമായപ്പോഴത്തേക്ക് എല്ലാം സ്പീഡപ്പായി. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. അടുത്ത ഒരു കണ്ടുപിടുത്തമാണ് യന്ത്രത്തറി എന്ന് പറയുന്നത്, പവർ ലൂം. യന്ത്രത്തറി, നമ്മൾ കൈത്തറി കണ്ടു, അടുത്തത് യന്ത്രത്തറിയാണ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് കേട്ടോ. അപ്പോൾ ഈ പേരുകൾ തിരിഞ്ഞു പോവരുത്. നമ്മൾ 2 കാര്യം പറഞ്ഞു, ജെയിംസ് ഹാർഗ്രീവ്സും എഡ്മണ്ട് കാർട്ട്റൈറ്റുമാണ്. ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി, ആ സേയിൽ അവസാനിക്കുന്ന ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറി കഴിയുമായിരുന്നു. അപ്പോൾ അതാണ് വസ്ത്രനിർമ്മാണ രംഗത്തുള്ള മെഷീൻസ് 2 കണ്ടുപിടിച്ചതിൽ ആദ്യത്തേത് കേട്ടോ. പിന്നീട് ഈ യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് തുണികൾ ഉൽപ്പാദിപ്പിച്ചു. ഇത് വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് ഈ യൂറോപ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവരെവിടെയും എത്തി, ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, ഇൻഡിഗോ അറിയാം, നമ്മുടെ ഇവിടെ ഉള്ളവരെ കൊണ്ട് നീലം ഇൻഡിഗോ പ്ലാന്റ് കൃഷി ചെയ്യിപ്പിച്ച് പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പരുത്തിയും ചണവും എല്ലാം എന്ത് ചെയ്തു, അവർ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ യൂറോപ്യർ എന്താണ്, എന്നിട്ട് ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ രാജ്യത്ത് കൊണ്ടുപോയി മെഷീൻസ് വെച്ചിട്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തു, യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് അവിടെ വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് തുണികൾ ഇന്ത്യയിൽ ഭീമമായ വിലയ്ക്ക് വിറ്റഴിച്ചു അല്ലേ. അവർ കമ്പോളങ്ങളാക്കി ഇന്ത്യയെ മാറ്റി. ആരാണ് യൂറോപ്യർ എന്നുള്ളതാണ്, നമ്മുടെ യൂറോപ്യർ എന്നുള്ളൊരു പദം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് യൂറോപ്യർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ വൻകരയിലുള്ള ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ജനങ്ങളെയാണ് യൂറോപ്യർ എന്ന് പറയുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് ആര്?
പോർച്ചുഗീസുകാർ. അതായത് പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വന്നവരാണ് പോർച്ചുഗീസുകാർ. നെതർലൻഡിൽ നിന്ന് വന്നവരാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരാണ് ഇംഗ്ലീഷുകാർ. ഫ്രാൻസിൽ നിന്ന് വന്നവരാണ് ഫ്രഞ്ചുകാർ. എല്ലാം കിട്ടും. പിന്നെ നെതർലൻഡാണ് ഡച്ചുകാർ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഇന്ത്യയെ കോളനികളാക്കി മാറ്റിയ ഇവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. പിന്നീട് നമുക്കറിയാം സമൂഹത്തിൽ വന്ന പല മാറ്റങ്ങളും വസ്ത്രനിർമ്മാണ രംഗത്തും ഒരുപാട് സ്വാധീനിച്ചു. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കാര്യങ്ങളും എല്ലാം ഉണ്ട്, തുണികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ഒന്നെന്താ? വസ്ത്ര ഉൽപ്പാദനത്തിന് വർധനവ്. യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് വളരെ വേഗത്തിലെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പാദനം കൂടുമല്ലോ. പിന്നെ മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, മെഷീൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അപ്പോൾ മനുഷ്യന് അത്രയും എഫേർട്ട് വേണ്ട. വസ്ത്രങ്ങളിലെ വൈവിധ്യം, പല തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുണ്ട്. പിന്നെ വസ്ത്രങ്ങളുടെ വ്യാപനം, ഏത് രാജ്യത്തെ വസ്ത്രമാണെങ്കിലും അല്ലെ ഏത് വസ്ത്രധാരണ രീതിയാണെങ്കിലും അത് എല്ലായിടവും എന്താണ്? അവൈലബിൾ ആണ്. വസ്ത്രങ്ങളുടെ വ്യാപനം. ഇനിയും വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ചിട്ടാണ്. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. പ്രകൃതിദത്ത നാരുകൾ തന്നെ അത് നമുക്ക് സസ്യങ്ങളിൽ നിന്നുമുണ്ട്, ജന്തുക്കളിൽ നിന്നുമുണ്ട്. ജന്തുക്കളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെമ്മരിയാടിൽ നിന്ന് നമുക്ക് കമ്പിളിനാര്, അതുപോലെ തന്നെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു. അപ്പോൾ അത് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകളാണ്. സസ്യങ്ങളിൽ നിന്നാണെങ്കിലോ പരുത്തി, ചണം പോലുള്ള ചെടികളിൽ നിന്ന് നമുക്ക് പരുത്തിയിൽ നിന്ന് പരുത്തിനാര്, ചണത്തിൽ നിന്ന് ചണത്തിൻ്റെ നാരും നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി കൃത്രിമ നാരുകൾ എന്ന് പറയുമ്പോൾ എന്താ? ഈ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് എന്ത്? കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും എന്തിനുണ്ട്? കൃത്രിമ നാരുകൾക്കുണ്ട്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ് കൃത്രിമ നാരുകളുടെ അതിനുള്ള ഉദാഹരണങ്ങൾ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും വസ്ത്രങ്ങളുടെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊന്നുമില്ല. പിന്നെ പല കലാരൂപങ്ങളുണ്ട്. അപ്പോൾ ഈ വസ്ത്രവൈവിധ്യം നമുക്ക് കലാരൂപങ്ങളിലും ദൃശ്യമാണ്. ഓരോ കലകൾക്കും ഓരോ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ദേ ഇവിടെ നോക്കിക്കേ. ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എന്നും പറഞ്ഞ് ശ്രീ പത്മനാഭദാസ വഞ്ചിബാല മാർത്താണ്ഡവർമ്മ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ജാതി വിവേചനം കൊടുമ്പിന് കൊണ്ടിരുന്ന സമയത്ത് അന്ന് എല്ലാ മനുഷ്യർക്കും ഒരേപോലുള്ള വസ്ത്രധാരണ രീതികളൊന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ അന്ന് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് നമ്മൾ ആ ഒരു കണ്ട സാധനം. അതെന്താണ്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1859 നടന്ന പറഞ്ഞു സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള, അപ്പോൾ എന്തായിരിക്കാം അത്? മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം 1859 ഏതാണ്? ചാന്നാർ ലഹളയാണ് അല്ലേ? അപ്പോൾ താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന എന്ന് പറയപ്പെടുന്ന, അതായത് 1859 നടന്ന ചാന്നാർ ലഹളയെക്കുറിച്ചാണ് പറയുന്നത്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് എന്ത്? മേൽമുണ്ട് കലാപം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് പറയപ്പെടുന്നുണ്ട്. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ഇത് ഉത്രം തിരുനാൾ അനുവദിച്ചുകൊണ്ട് പറയുന്നത് 1859 അന്നത്തെ മദ്രാസിലെ ഗവർണറായിട്ടുള്ള ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലോർഡ് ഹാരിസിൻ്റെ അത് ഡേറ്റ് കറക്റ്റായിട്ടുള്ളത് നമ്മൾ പറയുവാണെങ്കിൽ 1859 ജൂലൈ മാസം 26 അനുവാദം നൽകിയത്. 1859 ജൂലൈ മാസം 26 അപ്പോൾ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം ഇതൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്.
അപ്പോൾ ഇതിനകത്ത് ഒരു വർഷം പറഞ്ഞത് 1822 എന്ത് ഒന്നാം ചാന്നാർ ലഹള നടന്നത് എന്ന് പറയപ്പെടുന്ന വർഷം 1822. ചാന്നാർ ലഹള, അതേപോലെ തന്നെ മാർമറയ്ക്കൽ അല്ലെങ്കിൽ മേൽമുണ്ട് സമരം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് തിരുവിതാംകൂറിലെ രാജാവെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത് എന്താണ്? 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വ്യാപിപ്പിച്ച മഹാരാജാവ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം എന്ത് ചെയ്തു? കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പിന്നെ 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അന്ന് ഈ പറയുന്ന തിരുവിതാംകൂർ നാട്ടുരാജ്യം ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി? കേരളത്തിൻ്റെ ഭാഗമായി. പിന്നെ ഈ മേൽമുണ്ട് സമരം നമ്മൾ പറഞ്ഞു 1859 ജൂലൈ മാസം 26-ാം തീയതിയിലെ കാര്യം പറഞ്ഞു. എന്താണ്? 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നീട് വസ്ത്രം ഒരു സമരായുധം. നമുക്കറിയാം പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായിട്ട് വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വം നടന്ന പോരാട്ടങ്ങളാണ്. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. അപ്പം തന്നെ നമുക്കറിയാം, നോക്കൂ, ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ഒരു ചിത്രവും അതേപോലെ തന്നെ ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ വസ്ത്രം നോക്കൂ, നമ്മൾ ആദിമകാലത്ത് ഈ മരത്തോല് അല്ലെങ്കിൽ മരവുരി, മൃഗങ്ങളുടെ തോല്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നീട് ആ വസ്ത്രം ഒരു സമരായുധമായതെങ്ങനെ, അതിൻ്റെ പല നാൾ വഴികളാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഡേറ്റ് എന്നാ 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 ഓഗസ്റ്റ് 7. SCRT നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം 3 വർഷം നമ്മൾ നോക്കിയുള്ളൂ അല്ലേ. 1859 പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ 1822 ജസ്റ്റ് സൂചിപ്പിച്ചു. പിന്നെ 1956 കേരള സംസ്ഥാന രൂപീകരണവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതി അല്ലേ. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 പറഞ്ഞില്ലേ. ഈ ഓഗസ്റ്റ് 7-നെ ദേശീയ കൈത്തറി ദിനമായി എന്നു മുതൽ 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. 1905 ഓഗസ്റ്റ് 7 സോ ഓഗസ്റ്റ് 7-നെ നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. അത് ഏത് വർഷം മുതലാണ്? 2015 മുതൽ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യം കൂടി നമുക്ക് നോക്കാം. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വന്ദേ മാതരം അല്ലെങ്കിൽ വന്ദേ മാതര മൂവ്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വദേശി പ്രസ്ഥാനം നമുക്കറിയാം, നമ്മൾ വിദേശ വസ്ത്രങ്ങളും അതായത് വിദേശത്തിന് നമ്മൾ ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. ആ സമയത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ, അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിരുന്നു. അത് ആരൊക്കെയാണ് സ്ഥാപിച്ചതെന്നുള്ളതെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് നോക്കിപ്പോവാം കേട്ടോ.
അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായിട്ട് ആ ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. ഈ കൃഷ്ണകുമാർ മിത്ര അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രസിദ്ധീകരണമാണ് സഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ മിത്രയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്തോ നമ്മൾ പറഞ്ഞത്? സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? കൃഷ്ണകുമാർ മിത്ര. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? സഞ്ജീവനി. കേട്ടോ. അപ്പോൾ സഞ്ജീവനി പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ മിത്ര. പിന്നെ നമുക്കറിയാം സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ള. ഈ വി.ഒ. ചിദംബരം പിള്ള പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വി.ഒ. ചിദംബരം പിള്ള അല്ലേ? അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ളയാണ്. അപ്പോൾ അതേ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചതാരാണ്? പ്രഫുല്ല ചന്ദ്ര റോയ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ചിത്രകലാരംഗത്തെ സ്വദേശവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അബനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ്, ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്? സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. കേട്ടോ. അതേപോലെ ഈ അബനീന്ദ്രനാഥ് ടാഗോറാണ് സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. കേട്ടോ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. അതേപോലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് എന്ന് പറയുന്ന ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. അത് സ്ഥാപിച്ചതും അബനീന്ദ്രനാഥ് ടാഗോറാണ് അല്ലേ? അതേപോലെ സ്വദേശി വസ്ത്രപ്രചാരണീ സഭ. എന്താണ് സ്വദേശി വസ്ത്രപ്രചാരണീ സഭ സ്ഥാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വദേശി ബാന്ധവ സമിതി ആരാണ്? അശ്വിനി കുമാർ ദത്ത. എന്താണ് സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചതാരാണ്? അശ്വിനി കുമാർ ദത്തയാണ്. സ്വദേശി വസ്ത്രപ്രചാരണീ സഭ ആരാണ്? ബാലഗംഗാധര തിലകാണ് അല്ലേ? സ്വദേശി വസ്ത്ര പ്രചാരണീ സഭ ബാലഗംഗാധര തിലക്. സ്വദേശി മണ്ഡലി സമിതി എന്ന് പറയുന്നത് CR ദാസാണ്. സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് CR ദാസാണ്. സ്വദേശി മിത്രം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ G സുബ്രഹ്മണ്യ അയ്യറാണ്. ഇത് കേൾക്കുമ്പോൾ വേറെ ജോലിയില്ല, ഇതെല്ലാം ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം എന്ന് ഞാൻ പറയാം. കാരണം റാങ്ക് ഫയലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കറിയാം. നമ്മൾ ഈ എക്സാം ഏത് ക്ലാസ്സിലാണ് നമ്മൾ ആ സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങളും പോകും. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഓരോ ശൈലികൾ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മനസ്സിലോട്ട് ആ സംഭവം അങ്ങ് കയറുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ആ കയറുന്നത് ഓടിച്ച് വിടാനല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പാർക്ക് എവിടെയെങ്കിലും വരുന്നെങ്കിൽ എന്ന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ജസ്റ്റ് പറയുന്നത് കേട്ടോ. പറഞ്ഞു നിർത്തിയത് സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ G സുബ്രഹ്മണ്യ അയ്യറാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് സ്റ്റീം നാവിഗേഷൻ ആരെയാണ്? വി.ഒ. ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി വി.ഒ. ചിദംബരം പിള്ള തൂത്തുക്കുടിയിലാണ് കേട്ടോ. കപ്പലോട്ടിയ തമിഴെന്ന് അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തേലുമൊക്കെ ഒന്ന് വരട്ടെ. സ്വദേശി വസ്ത്ര പ്രചാരണീ സഭ ബാലഗംഗാധര തിലക്. തിലകനെ സിനിമയ്ക്കകത്ത് പല പല വസ്ത്രങ്ങൾ ഇട്ടില്ലേ നമ്മൾ കാണുന്നത്. സ്വദേശി വസ്ത്ര പ്രചാരണീ സഭ ബാലഗംഗാധര തിലക്. സ്വദേശി മണ്ഡലി സമിതിയാണെങ്കിൽ CR ദാസാണ്. സ്വദേശി മിത്രം പത്രമാണെങ്കിൽ G സുബ്രഹ്മണ്യ അയ്യർ കേട്ടോ. ഇനിയും ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഖാദി പ്രസ്ഥാനം ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ചത് 1918 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്, നമ്മൾ കണ്ടു. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. കാര്യം ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. പിന്നീട്
ഈ വസ്ത്രത്തിൻ്റെ പുതിയ ട്രെൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. എംബ്രോയ്ഡറി ചെയ്ത വസ്ത്രങ്ങൾ, ഫാഷൻ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SCERT പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചപ്പോൾ ഇത് വലിയൊരു മാറ്റമാണ് സ്റ്റേറ്റ് സിലബസിന് കേട്ടോ. കാര്യം ഇപ്പോഴത്തെ ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ 10 വർഷവും അവർ പുതിയ പാഠപുസ്തകങ്ങളാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ 6 വർഷം കഴിയുമ്പോൾ വീണ്ടും മാറും ടെക്സ്റ്റ്. അപ്പോൾ എന്നിരുന്നാലും ഇത് വളരെ വലിയൊരു മാറ്റമാണ് കേട്ടോ. ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള പാഠപുസ്തകമാണ് കേട്ടോ. വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ, നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽപ്പ്, ഇതൊക്കെ വസ്ത്രനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളാണ്. അപ്പോൾ ഇത്രയുമാണ് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. നെയ്ത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് അടുത്തത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കേട്ടോ. നെയ്ത്തിൻ്റെ ചരിത്രത്തിന് മനുഷ്യ നാഗരികതയോളം പഴക്കമുണ്ട്. പുരാതന കാലം മുതൽ ആധുനിക കാലഘട്ടം വരെ തുണി ഉൽപ്പാദനവും വസ്ത്രനിർമ്മാണവും ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരുന്നു. കുപ്പായമണിഞ്ഞ് സുമേറിയൻ പ്രതിമകളും സൈന്ധവ പ്രതിമകളും വസ്ത്രത്തിൻ്റെ പൈതൃകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ കണ്ടു സിന്ധു നദീതട സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ അന്നത്തെ പ്രതിമകളുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെയാണ് സുമേറിയൻ പ്രതിമകളും, അതായത് മെസ്സപ്പൊട്ടോമിയൻ നാഗരികതയിൽ നിന്ന് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതിമകളിലും നമുക്ക് കാണാൻ പറ്റും. ഹാരപ്പൻ ജനത തുണിയിൽ പൂശാൻ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടും അനുമാനിക്കുന്നു. നമ്മൾ ആ ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൽ അല്ലെങ്കിൽ സുമേറിയൻ അതായത് മെസ്സപ്പൊട്ടോമിയൻ നാഗരികതയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വസ്ത്രം ധരിച്ചിരുന്നു, പരുത്തി അവർ യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതേപോലെ ഹാരപ്പൻ ജനത തുണിയിൽ പൂശാൻ പ്രകൃതിദത്ത നിറങ്ങളും ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? ഹാരപ്പൻ ജനത തുണിയിൽ പൂശാൻ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടും കരുതപ്പെടുന്നു. അത് ഓർത്തു വെക്കുക. പിന്നീട് വസ്ത്രനിർമ്മാണത്തിലെ നാരുകളെക്കുറിച്ചാണ്. പരുത്തി നമുക്കറിയാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പരുത്തി ഒരു മൃദുവായ സസ്യനാരാണ്. നാം ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരുത്തി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ലിനൻ വസ്ത്രങ്ങളാണ്. ഫ്ലാക്സ് ചെടിയുടെ നാരുകളിൽ നിന്നാണ് ലിനൻ നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പരുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലിനൻ വസ്ത്രങ്ങളാണ്. ഫ്ലാക്സ് ചെടിയുടെ നാരുകളിൽ നിന്നാണ് ലിനൻ നിർമ്മിക്കുന്നത്. ഇനി പോളിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കൃത്രിമ തുണിത്തരമാണ്. ഒരു ചെടിയുടെ നാരിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ടു സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരിനകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതും കണ്ടു. അപ്പോൾ ഇതിനകത്ത് പ്രാണികളുടെ ലാർവയിൽ നിന്നാണ് നമ്മൾ പട്ടുനൂൽ പുഴുവിൻ്റെ അതിൽ നിന്നാണ് സിൽക്ക് അല്ലെങ്കിൽ പട്ട് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെടിയുടെ നാരിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് എന്നുള്ളത്. അപ്പോൾ അത് അടുത്ത ലൈനിലാണ് വരേണ്ടത്. ഒന്നുമില്ല, പരുത്തി എന്ന് പറയുന്നത് പ്രകൃതിദത്ത നാരാണ്. ലിനനും അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാരാണ്. പിന്നെ സിൽക്ക് അല്ലെങ്കിൽ പട്ടാണ് ഒരു പ്രാണിയുടെ ലാർവയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിനനാണ്. ഫ്ലാക്സ് ചെടിയുടെ നാരിൽ നിന്നാണ് ലിനൻ നിർമ്മിക്കുന്നത്. ഇനിയും പലതരത്തിലുള്ള തുണിത്തരങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നാലും പരുത്തി, സിൽക്ക്, പോളിസ്റ്റർ, കമ്പിളി, തുകൽ വസ്ത്രങ്ങൾ, ലിനൻ, റയോൺ, സാറ്റിൻ, വെൽവെറ്റ്, അറിയാലോ വെൽവെറ്റ്, മസ്ലിൻ, സിന്തറ്റിക്. അപ്പോൾ ഇതിനകത്ത് സാറ്റിനും മസ്ലിനും ഒന്ന് ഓർത്ത് വെച്ചേരാ കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ അറിയാലോ മാത്സിലൊക്കെ ആയാലും ഒറ്റയാനാര് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സാറ്റിൻ, മസ്ലിൻ ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഈ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും മസ്ലിനും സാറ്റിനും ഒക്കെ തരുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ടത് തുണിത്തരമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പരുത്തി, സിൽക്ക്, പോളിസ്റ്ററൊക്കെ അറിയാം. തുകൽ, ലിനൻ, റയോൺ, സാറ്റിനും മസ്ലിനും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആയിട്ട് അതായത് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ
എടുത്തതിന് ശേഷം നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ് കേട്ടോ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് സയൻസും ഈ അതായത് ഓണപ്പരീക്ഷ വരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അടുത്ത പാർട്ടുകളെല്ലാം അവൈലബിൾ ആകുമ്പോൾ തന്നെ അധികം താമസമില്ല, അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിയുന്ന ക്ലാസ്സുകൾ അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ഇന്ന് ആണ് 5ൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാര്യം ഇതുവരെ ഒരു വീഡിയോ ഉള്ളായിരുന്നല്ലോ. ഒന്നുകൂടെ വരുമ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ചാനലിലെ പ്ലേലിസ്റ്റിൽ തന്നെ കുറേ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, അത് തന്നെ ഒരുപാടുണ്ട്. കാര്യം ഈ സ്കൂൾ കുട്ടികൾക്കും കൂടി ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാര്യം ഇനി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചാനലും കാര്യങ്ങളും ഒക്കെ ഉള്ള ചാനൽ തന്നെ നേരാവണ്ണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പം പിന്നെ ഈ ഒരുപാട് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾ അറിയാം, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പിന്നെ സ്കൂൾ കുട്ടികളുടെ ആയാലും സമയം ഉണ്ടെങ്കിൽ കേൾക്കുന്നത് നല്ലതാണ്. എക്സാമിൻ്റെ തലേന്നല്ല, അല്ലാണ്ട് ആ ക്ലാസ്സും എല്ലാം കേൾക്കുന്നത് PSC വേണ്ടിയിട്ടാണോ. ഈ SCRTയുടെ പുതിയ പാഠപുസ്തകം വരുമ്പോഴത്തേക്ക് അടുത്ത LDC എന്നുവെച്ചാൽ 2024 അല്ല, അടുത്ത വരുന്ന LDC ഒന്ന് പെടും എല്ലാവരും കേട്ടോ. എന്നുവെച്ചാൽ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, കാര്യം ആ രീതിയിലാണ് പാഠപുസ്തകങ്ങളുടെ ഒരു കിടപ്പ്. സോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു രീതിയിൽ മൊത്തത്തിലങ്ങ് മാറി കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഉറപ്പായിട്ടും ഇനി വേറെ ലെവലിലൊക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോണം കേട്ടോ. എങ്ങനെ വന്നാലും നമ്മൾ എഴുതും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും ഞാൻ ഇടുന്ന ക്ലാസ്സുകളിനകത്തുനിന്ന് എന്ത് ചോദിച്ചാലും ഉറപ്പായിട്ടും എങ്ങനെ ചോദിച്ചാലും എഴുതും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നിടുന്ന ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയുന്നത് ഞാൻ ഇനി 3 വർഷം കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലാണ് അറിയുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏത് സമയത്ത് എങ്ങനെ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റണം ക്ലാസ് കേൾക്കുന്നവർക്കെന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ക്ലാസ്സുകളിടുന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയാണ് അത് പറ്റും എന്നുള്ളത്. പിന്നെ സ്പീഡ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് വളരെ സ്ലോ ആയിരിക്കാം, ചിലർക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, വളരെ സ്പീഡായിരിക്കാം. അപ്പോൾ ആ പ്ലേ ബാക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉടനെ തന്നെ പറയുക, എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് അത് മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.